ലോകമെമ്പാടുമുള്ള പാപ്പയുടെ പ്രാർത്ഥനാ ശൃംഖലയുടെ മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിനുള്ള പുതിയ ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ. സംഘത്തിന്റെ ചരിത്രവും അതിന്റെ ദൗത്യവും തിരിച്ചറിയാൻ സഹായിക്കുന്ന പുതിയ നിയമങ്ങൾ ജൂലൈ 8-നാണ് പ്രസിദ്ധീകരിച്ചത്. പുതിയ നിയമപ്രകാരം മുമ്പ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഇനി സെക്രട്ടേറിയറ്റ് ഫോർ ദി ഇക്കോണമിയാണ് നിർവഹിക്കുക. ഇതുപ്രകാരം ബജറ്റുകളുടെ അന്തിമ അംഗീകാരത്തിനും ഒരു ഏക ഓഡിറ്ററെ നിയമിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം സെക്രട്ടേറിയറ്റ് ഫോർ ദി ഇക്കോണമിക്കാണ്. 1844-ലാണ് പ്രാർത്ഥനയുടെ അപ്പസ്തോലഷിപ്പ് എന്ന ഈ പേരിൽ സംരംഭം സ്ഥാപിതമായത്. ഇന്ന് 89 രാജ്യങ്ങളിലായി നിലനിൽക്കുന്ന ഈ സംരംഭത്തെ 22 ദശലക്ഷത്തിലധികം കത്തോലിക്കരാണ് പിന്തുടരുന്നത്. തെക്കൻ ഓസ്ട്രിയയിലെ ഒരു പള്ളിയുടെ പ്രദേശത്ത് ഖനനം ചെയ്ത ഇൻസ്ബ്രൂക്ക് സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകർ മാർബിളിൽ പണിത ഒരു പള്ളി കണ്ടെത്തി. 1500 വർഷം പഴക്കമുള്ള ഒരു അപൂർവ ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച പെട്ടിയും പള്ളിയിൽ നിന്ന് കണ്ടെത്തിയവയിൽ പെടുന്നു. ആനക്കൊമ്പിൽ കൊത്തിയ ശില്പങ്ങൾ മോശയുമായും 10 കൽപ്പനകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെട്ടു. ക്രിസ്തു വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ ഇവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇൻസ്ബ്രൂക്ക് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നു. ഓസ്ട്രിയയുടെ പുരാതന ക്രിസ്ത്യൻ പൈതൃകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നും ഇതിനായി കൂടുതൽ ഖനന പ്രവർത്തനങ്ങൾ പ്രദേശത്ത് നടത്തേണ്ടതുണ്ടെന്നും ഇൻസ്ബ്രൂക്ക് സർവകലാശാല അറിയിച്ചു. സമൂഹത്തിലെ പാവപ്പെട്ടവൻ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണെന്ന് മറക്കരുതെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ. വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായ ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കലിന് KLCA വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ നൽകിയ പൗരസ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു മെത്രാൻ എന്ന നിലയിൽ തന്റെ ആപ്തവാക്യം അനേകർക്ക് മോചനദ്രവ്യമാകുക എന്നതാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അനേകർക്ക് വിമോചനത്തിന്റെ സദ്വാർത്തയാകാൻ നമുക്കാകുമെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എളിമയോടും ലാളിത്യത്തോടും കൂടെ എല്ലാവരോടും ഇടപഴകുന്ന ബിഷപ്പ് ആന്റണി വാലുങ്കലിന്റെ പുതിയ ദൗത്യം ദൈവഹിതമനുസരിച്ച് നിറവേറ്റാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മന്ത്രി P. രാജീവ് മുഖ്യ അതിഥിയായിരുന്നു. KLCA വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് CJ പോൾ അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J. തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതിയുടെ ജീവസംരക്ഷണ സന്ദേശയാത്ര കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ മനോഭാവപ്രകാരം 2 കുട്ടികൾ മതിയെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ 10ാമത്തെ കുഞ്ഞായി ജനിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയില്ലായിരുന്നുവെന്ന് മാർച്ച് ഫോർ കേരള ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. KCBC പ്രോ ലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർ പറമ്പിൽ, ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചക്കാടൻ, ആനിമേറ്റർ സാബു ജോസ് എന്നിവർ പ്രസംഗിച്ചു. KCBC പ്രോ ലൈഫ് സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രയുടെ ജനറൽ ക്യാപ്റ്റനുമായ ജെയിംസ് ആഴ്ചക്കാടനും സീറോ മലബാർ സഭയുടെ പ്രോ ലൈഫ് അപ്പോസ്റ്റലേറ്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയും സാബു ജോസ് ജനറൽ കോർഡിനേറ്ററുമായ സമിതിയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരക്കൽ, KCBC പ്രോ ലൈഫ് സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ C. എബ്രഹാം, സെക്രട്ടറി ജസ്ലിൻ ജോ, ആനിമേറ്റർ സിസ്റ്റർ മേരി ജോർജ്, ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ജോയ്സ് മുക്കടം ജീവവിസ്മയ മാജിക് അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 10-ന് തൃശ്ശൂരിൽ ദേശീയ തലത്തിലുള്ള പ്രോ ലൈഫ് മഹാറാലിയും സമ്മേളനവും നടക്കും. ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്നതാണ് മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ സന്ദേശം. 1947-നും 1966-നും മധ്യേ ഇറ്റാലിയൻ സ്വദേശിക്ക് ലഭിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണവും സന്ദേശവും അംഗീകരിച്ച് വത്തിക്കാന്റെ വിശ്വാസ കാര്യാലയം റോസാ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ ആഗോള ശ്രദ്ധയാകർഷിച്ച പ്രത്യക്ഷീകരണത്തിനാണ് ഡിക്കാസ്ട്രി ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ദി ഫെയ്ത്ത് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇറ്റലിയിലെ മോന്തേക്കാരി എന്ന സ്ഥലത്ത് പിയറിന ഗില്ലി എന്ന നേഴ്സിന് റോസാ മിസ്റ്റിക് എന്ന പേരിൽ പരിശുദ്ധ കന്യാമറിയം നൽകിയ ദർശനം സഭാ പഠനങ്ങൾക്ക് എതിരല്ല എന്ന് വ്യക്തമാക്കി വത്തിക്കാൻ വിശ്വാസ തിരുസംഘ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ബ്രഷയിലെ ബിഷപ്പ് പിയറ ആന്റോണിയ ഡ്രമോൾഡയ്ക്ക് കത്തയച്ചുവെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി.